ധാർമ്മിക ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നല്ലാഹ കരീമുൻ യുഹിബ്ബുൽ കറമ. അല്ലാഹു തആല മാന്യനാണ്. ആ മാന്യതയെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ധാർമ്മിക ബോധം അത് നമ്മളിലുണ്ടെങ്കിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയും, കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയും. ധാർമ്മിക ബോധം, ഉയർന്ന ധാർമ്മിക ബോധം മനസ്സിലില്ലാത്തത് കൊണ്ടാണ് തിന്മയ്ക്ക് യാതൊരു ഭയപ്പാടുമില്ലാത്തത്. അറബി കവികൾ അവരുടെ രസകരമായ രീതിയിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ലാ തകും മിസ്ല ളുബാബി, നീ ഈച്ചയെ പോലെ ആകരുത്. ഈച്ച മ്ലേച്ഛമായ വസ്തുക്കളിൽ പോയി വീണ ഈച്ച കുറച്ച് കഴിഞ്ഞാൽ നന്മയിലേക്കും വരും, പഴത്തിലേക്കും വരും. പഴത്തിൽ വീണ ഈച്ച നമ്മൾ കഴിക്കാൻ തീന്മേശയിൽ കൊണ്ടുവച്ച ഭക്ഷണത്തിലും വന്ന് വീഴും. അതുപോലെ എല്ലാറ്റിലും എത്തിപ്പെടുന്ന ഒരാളായിട്ട് നീ മാറരുത് എന്ന് ഇസ്ലാമിക കവികൾ, മുസ്ലിം കവികൾ പറയുന്നുണ്ട്. അതിന് വളരെ പോയിന്റാണ്. ഈച്ചയെ പോലെ നമ്മളാകരുത്, എല്ലാറ്റിലും പോയി വീണ് പോകുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. നന്മയിൽ മാത്രം നമ്മുടെ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുൻകാല ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ, വാർദ്ധക്യമുള്ള നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ പറയുന്ന ചില ഒരു വാക്കുകളുണ്ട്. 4 ഇന്നത് മനസ്സിലാക്കണം എന്ന്. 4 ഇന്നത്, അത് വളരെ പോയിന്റാണത്. എന്താണ് 4 ഇന്നത്? ഇന്നതിന് ഇന്നത് എന്നുള്ളൊരു തത്വമുണ്ട്. അതുപോലെ ഇന്നെടുത്ത് ഇന്നത് എന്നുള്ളൊരു തത്വമുണ്ട്. ഇന്നപ്പോൾ ഇന്നത് എന്നുള്ളൊരു തത്വമുണ്ട്. ഇന്നവനോട് ഇന്നത് എന്നുള്ള തത്വമുണ്ട്. എല്ലാറ്റിലും ആവേശം കൊണ്ട് ചാടി വീണ് അങ്ങനെ ആവേശം കൊള്ളുന്ന രീതിയും എല്ലാറ്റിലും പിറങ്ങുന്ന രീതിയും അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹിമ്മത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോകും, സ്റ്റാൻഡേർഡ് നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ വാക്കിനൊരു വിലയില്ല, അവൻ്റെ പ്രവർത്തനത്തിനൊരു വിലയില്ല. അവന് സമൂഹം ഒരു സ്റ്റാൻഡേർഡ്, ഓനൊരു മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ഓനൊരു അന്തമില്ലാത്തവനാണ്, ഇങ്ങനെ ജനങ്ങളങ്ങ് പറഞ്ഞു കളയും. ഈ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്.